ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഓണത്തിൻ്റെ ഒരുക്കൊക്കെ തുടങ്ങിയോ? എൻ്റെ ഓണം ദാ ഇവിടെ തുടങ്ങുകയായി. ഒരു പഴയ കാല അവിയലുണ്ടാക്കിക്കൊണ്ട്. അവിയൽ എന്നല്ല കേട്ടോ കണ്ണൂരിൽ പറയൽ, അവിയൽ എന്നാണ്. അപ്പോൾ ഞാനൊരു പഴയ കാല കണ്ണൂർ സ്റ്റൈൽ അവിയൽ എന്നുണ്ടാക്കുകയാണ് കേട്ടോ. ഇത് സാധാരണ കല്യാണത്തിനൊക്കെ കാണുന്ന അവിയൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മമ്മയുടെ കാലം തൊട്ടേ എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ്. തെക്കോട്ടൊന്നും ഇത് ഉണ്ടാക്കാറേ ഇല്ലയെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം കോഴിക്കോട് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, അങ്ങ് തിരുവനന്തപുരത്തെ അവിയൽ വരെ ഞാൻ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോരോ തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള അവിയലാണ് കേട്ടോ. ഇനി നിങ്ങൾ കണ്ണൂരിയനാണെങ്കിൽ ആരെങ്കിലും ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പഴയകാല സ്റ്റൈൽ എത്ര പേര് പിന്തുടരുന്നുണ്ടെന്ന് നമുക്കറിയാലോ. അപ്പോൾ പച്ചക്കറിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ആദ്യം ചേന ഇട്ടു, പിന്നെ മുരിങ്ങയ്ക്ക ഇട്ടു, ഇപ്പോൾ ഇതാ പടവലങ്ങ, ഇനി കായിടുവാണ്. അത് കഴിഞ്ഞ് കൈപ്പക്ക, പാവക്ക, കണ്ണൂരിൽ കൈപ്പക്ക എന്നാണ് പറയുക. പിന്നെ കോവക്ക, കണ്ണൂരിൽ കോയക്ക എന്നാണ് പറയില്ല കേട്ടോ. ഇനി കുമ്പളങ്ങ, ഇനി കക്കിരിക്ക, അതായത് സാലഡ് കുക്കുംബർ, പിന്നെ വെള്ളരിക്ക ഇതുപോലെ നേരിയതായിട്ട് അരിഞ്ഞിട്ട്, പിന്നെ അച്ചിങ്ങപ്പയർ, നമ്മൾ പയറ്റും വാള എന്ന് പറയും, പിന്നെ പച്ചമുളകും കറിവേപ്പിലയും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും, കല്ലുപ്പ് തന്നെ ചേർത്തോളൂ. കാരണം ചിലപ്പോൾ ഇപ്പോൾ അയൺ ചേർത്ത ഉപ്പൊക്കെ വരുമ്പം അതിൻ്റെ കളർ ചിലപ്പം വ്യത്യാസമാവും. അതുകൊണ്ട് ഞാൻ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് 1 ഗ്ലാസ് വെള്ളം, അത്ര മതി. ഇനി അത് ചെറു തീയിൽ നമുക്ക് അടുപ്പിൽ വേവിക്കാൻ വെക്കാം. അതിനിടയ്ക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഇടയ്ക്ക് വേവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒന്ന് ചൂടാവുമ്പോൾ തവിയുടെ ബാക്ക് സൈഡ് കൊണ്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. പക്ഷേ ഉടയാതെ നോക്കണം കേട്ടോ. ഇനി വീണ്ടും ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ശരിക്കും ഒന്ന് വേവിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം വെന്തുടയാതെ നോക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. എന്നിട്ട് തീ ഓഫാക്കിയതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് അടച്ച് വെക്കുക. എന്നിട്ട് അത് തണുക്കാൻ വേണ്ടി നമ്മൾ വെക്കുകയാണ്. ഇതുപോലെ കുറച്ചിങ്ങനെ തുറന്നിട്ട് കംപ്ലീറ്റായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി അത് തണുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പിടി വെളുത്തുള്ളി, അത്യാവശ്യം ഇത്ര തന്നെ വേണം കേട്ടോ വെളുത്തുള്ളി, പിന്നെ 5 പച്ചമുളക്, ഇതും കൊണ്ട് നമുക്ക് ചതച്ചെടുക്കാവുന്ന ആദ്യം. ഇനി ഈ ചതച്ചെടുത്ത പീസിലേക്ക് അരമുറി തേങ്ങയിട്ട് വീണ്ടും അരക്കുക. അത് അധികം അരയാൻ പാടില്ല, എന്നാൽ ഒട്ടും അരയാതെ ആവാൻ പാടില്ല. ഒരു മീഡിയം ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇനി ഈ അരപ്പ് നമ്മൾ നേരത്തെ ഇത് നന്നായി തണുത്തിട്ടുണ്ട്, ഇതിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം, ഉടയാതെ മിക്സ് ചെയ്യണം. നിങ്ങളിതിൽ പാവയ്ക്ക, അല്ലെങ്കിൽ നമ്മളെ പറയുന്ന ഈ കൈപ്പക്ക ആഡ് ചെയ്യുന്ന കണ്ടില്ലേ? അപ്പം നിങ്ങൾ ആലോചിക്കും, അയ്യോ ഇതെന്താ അവിയലെന്ന്. ശരിക്കും അന്നത്തെ കാലത്തൊക്കെ പാവയ്ക്ക ആഡ് ചെയ്തില്ലെങ്കിൽ എന്താ അവിയൽ, പാവയ്ക്ക ഇല്ലാതെ എന്ന് പറയും. അവർക്ക് പാവയ്ക്ക ഇല്ലാത്ത ഒരു അവിയൽ ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര്, അതായത് മിക്സിയിലിട്ട് കടഞ്ഞ തൈര് അല്ലെങ്കിൽ മോര്, അത് ഇതിൽ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് യോജിപ്പിക്കുക. അപ്പോൾ കണ്ണൂരിലെ അടിപൊളി പഴയകാല സ്റ്റൈൽ അവിയൽ റെഡിയായി. ഇത്തവണ നിങ്ങൾക്ക് ഒരു വെറൈറ്റി വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അറ്റ്ലീസ്റ്റ് ഉത്രാടത്തിനെങ്കിലും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഹൈപ്പ് ബട്ടണും കൂടി ഒന്ന് ഓപ്റ്റ് ചെയ്തോളൂ പറ്റുമെങ്കിൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വീണ്ടും കാണാം. ബൈ.